ഹായ് ഓൾ, വെൽക്കം ടു സ്റ്റഡി വിൻ PSC. ദേവസ്വം ബോർഡ് LDC എക്സാമിന് വേണ്ടിയിട്ടുള്ള പ്രീവിയസ് ഇയറിലെ ജനറൽ നോളജ് ക്വസ്റ്റ്യൻസും കറണ്ട് അഫയേഴ്സ് ക്വസ്റ്റ്യൻസും 10 സ്പെഷ്യൽ ടോപ്പിക് ക്വസ്റ്റ്യൻസുമാണ് ഈ വീഡിയോയിൽ ഉള്ളത്. അതുകൊണ്ട് ദേവസ്വം ബോർഡ് LDC എക്സാം ഉള്ളവരും കേരള PSC എക്സാം എഴുതുന്നവരും ഈ ക്വസ്റ്റ്യൻസും ആൻസേഴ്സും പഠിക്കുക. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, കേരളത്തിലെ ഏറ്റവും കുറച്ച് താലൂക്കുകൾ ഉള്ള ജില്ല ഏത്? ഓപ്ഷൻ സി വയനാട്. 2006 ഏഷ്യൻ ഗെയിംസിൽ ഇന്ത്യക്ക് ആദ്യ സ്വർണം നേടിത്തന്ന ഇനം ഏത്? ഓപ്ഷൻ ഡി ചെസ്. പൊതു തിരഞ്ഞെടുപ്പിൽ വിസ്തൃതിയുടെ അടിസ്ഥാനത്തിൽ ഇന്ത്യയിലെ ഏറ്റവും ചെറിയ നിയോജക മണ്ഡലം? ഓപ്ഷൻ ഡി ചാന്ദിനി ചൗക്ക്, ഡൽഹി. അഴിമതി നിരോധന ഭേദഗതി നിയമം പ്രാബല്യത്തിൽ വന്നത് എന്ന്? ഓപ്ഷൻ ബി 2018 ജൂലൈ 26. കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ച ആദ്യ വനിത ആര്? ഓപ്ഷൻ ഡി അമൃത പ്രീതം. 2021 G7 ഉച്ചകോടി ഏത് രാജ്യമാണ് ആതിഥേയത്വം വഹിക്കുന്നത്? ഓപ്ഷൻ ബി UK. G7 ഉച്ചകോടി 2024 ആതിഥേയത്വം വഹിച്ചത് ഇറ്റലിയാണ്. ഇറ്റലിയിലെ ഫാസാനോ എന്ന സ്ഥലത്ത് വെച്ചാണ് ഉച്ചകോടി നടന്നത്. G7 ഉച്ചകോടി 2025 നടക്കുന്നത് കാനഡയിലാണ്. കാനഡയിലെ കാനനാസ്കിസ് എന്ന സ്ഥലത്ത് വെച്ചാണ് ഉച്ചകോടി നടക്കുന്നത്. G20 ഉച്ചകോടി 2024 നടന്നത് ബ്രസീലിൽ വച്ചായിരുന്നു. ബ്രസീലിലെ റിയോ ഡി ജനീറോയിൽ വെച്ചാണ് ഉച്ചകോടി നടന്നത്. G20 ഉച്ചകോടി 2025 നടക്കുന്നത് ദക്ഷിണാഫ്രിക്കയിലാണ്. ദക്ഷിണാഫ്രിക്കയിലെ ജോഹന്നാസ്ബർഗ് എന്ന സ്ഥലത്താണ് ഉച്ചകോടി നടക്കുന്നത്. ബ്രിക്സ് ഉച്ചകോടി 2024 നടന്നത് റഷ്യയിലായിരുന്നു. റഷ്യയിലെ കസാൻ എന്ന സ്ഥലത്ത് വെച്ചാണ് ഉച്ചകോടി നടന്നത്. ബ്രിക്സ് ഉച്ചകോടി 2025 നടക്കുന്നത് ബ്രസീലിലാണ്. ബ്രസീലിലെ റിയോ ഡി ജനീറോയിൽ വെച്ചാണ് ഉച്ചകോടി നടക്കുന്നത്. അപ്പോൾ നിങ്ങളിതെല്ലാം പഠിക്കണം. G7, G20, ബ്രിക്സ്, ഇത് തന്നെ 2024 2025 വെന്യൂസ് പഠിക്കുക. ഓക്കെ. മൈൻഡ് മാസ്റ്റർ എന്നത് ആരുടെ ആത്മകഥയാണ്? ഓപ്ഷൻ സി വിശ്വനാഥൻ ആനന്ദ്. വൈശാഖൻ എന്ന തൂലികാനാമത്തിൽ അറിയപ്പെടുന്നത് ആര്? ഓപ്ഷൻ ഡി MK ഗോപിനാഥൻ നായർ. കേരള കോപ്പറേറ്റീവ് ഡെപ്പോസിറ്റ് ഗ്യാരണ്ടി സ്കീം പ്രതിപാദിക്കുന്ന കേരള സൊസൈറ്റി ആക്ടിലെ സെക്ഷൻ ഏത്? ഓപ്ഷൻ സി സെക്ഷൻ 57B. പഞ്ചായത്ത് രാജ് സമ്പ്രദായം നിർദ്ദേശിക്കപ്പെടുന്ന ആർട്ടിക്കിൾ ഏത്? ഓപ്ഷൻ എ ആർട്ടിക്കിൾ 243. 2020 ഓഗസ്റ്റ് 1 ഏത് സ്വാതന്ത്ര്യ സമര സേനാനിയുടെ 100ാം ചരമവാർഷികം ആയിരുന്നു? ഓപ്ഷൻ ബി ബാലഗംഗാധര തിലക്. ഏത് സ്ഥാപനമാണ് മേരി സഹേലി എന്ന പേരിൽ സ്ത്രീ സുരക്ഷാ പദ്ധതി ആരംഭിച്ചത്? ഓപ്ഷൻ സി ഇന്ത്യൻ റെയിൽവേ. കലേശ്വരം ജലസേചന പദ്ധതി ഏത് നദിയിലാണ്? ഓപ്ഷൻ ബി ഗോദാവരി. ഫുഡ് ഫെയേഴ്സ് ഏത് രാജ്യത്തെ സഹകരണ പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഓപ്ഷൻ ബി അമേരിക്ക. കേരള സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ ഇപ്പോഴത്തേത് അലക്സാണ്ടർ തോമസ് ആണ്. അത് ഓർത്ത് വെച്ചോണം. ഇപ്പോഴത്തെ കേരള സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ അലക്സാണ്ടർ തോമസ്. ഇപ്പോഴത്തെ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ
വി രാമസുബ്രഹ്മണ്യം. അതും കൂടെ ഓർത്തു വെച്ചോണം. ഇപ്പോഴത്തെ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ വി രാമസുബ്രഹ്മണ്യം. സമ്പൂർണമായി കമ്പ്യൂട്ടർ വൽക്കരിച്ച ഇന്ത്യയിലെ ആദ്യത്തെ പഞ്ചായത്ത്. ഓപ്ഷൻ ഡി വെള്ളനാട്. തിയറി ഓഫ് ജസ്റ്റിസ് എന്ന ഗ്രന്ഥത്തിൻ്റെ രചയിതാവ് ആര്? ഓപ്ഷൻ എ ജോൺ റോൾസ്. കേരള സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് യൂണിയൻ നിലവിൽ വന്ന വർഷം. ഓപ്ഷൻ എ 1970. അടുത്ത ചോദ്യം ഫൈനൽ ആൻസർ കീയിൽ ഡിലീറ്റഡ് ആണ്. ഏറ്റവും പ്രധാനപ്പെട്ട ഗ്രീൻ ഹൗസ് ഗ്യാസ് ഏത്? ഓപ്ഷൻ എ കാർബൺ ഡൈ ഓക്സൈഡ്. 1957 പഞ്ചായത്ത് രാജ് സമ്പ്രദായം നിർദ്ദേശിച്ച കമ്മിറ്റി. ഓപ്ഷൻ ബി ബൽവന്തറായ് മെഹ്ത്ത കമ്മിറ്റി. അടുത്ത ചോദ്യം ഫൈനൽ ആൻസർ കീയിൽ ഡിലീറ്റഡ് ആണ്. ഹിന്ദ് സ്വരാജ് എന്ന പുസ്തകത്തിൻ്റെ രചയിതാവ് ആര്? ഓപ്ഷൻ സി മഹാത്മാഗാന്ധി. ആധുനിക ഒളിമ്പിക്സിൻ്റെ പിതാവാര്? ഓപ്ഷൻ എ പിയറി ഡി കുബാർട്ടിൻ. ബ്രിട്ടീഷ് പാർലമെന്റിൽ അംഗമായ ആദ്യ ഇന്ത്യക്കാരൻ? ഓപ്ഷൻ സി ദാദാഭായ് നവറോജി. 2020 എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചത് ആർക്ക്? ഓപ്ഷൻ ഡി പോൾ സക്കറിയ. ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് 2024 എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചത് NS മാധവനാണ്. അത് ഓർത്തു വയ്ക്കുക. 2024 എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചത് NS മാധവനാണ്. 1857 വിപ്ലവത്തെ ഇന്ത്യയുടെ ഒന്നാം സ്വാതന്ത്ര്യ സമരം എന്ന് വിശേഷിപ്പിച്ചത്? ഓപ്ഷൻ എ VD സവാർക്കർ. മലയാള സാഹിത്യത്തിൽ ആദ്യമായി സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ച വ്യക്തി? ഓപ്ഷൻ ബി R നാരായണ പണിക്കർ. ഇലക്ഷൻ കമ്മീഷനിലെ അംഗങ്ങളെ നിയമിക്കുന്നതാര്? ഓപ്ഷൻ സി ഇന്ത്യൻ പ്രസിഡന്റ്. മൾട്ടി സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി ആക്ട് നിലവിൽ വന്ന വർഷം? ഓപ്ഷൻ ഡി 2002. കേരളത്തിൽ പുനർജനനി നൂഴൽ എന്ന ആചാരം നടപ്പിലുള്ള ഒരു ക്ഷേത്രം ഏത്? ഓപ്ഷൻ ഡി തിരുവില്ലോമല വില്വാദ്രിനാഥ ക്ഷേത്രം. താഴെ പറയുന്നവയിൽ തൃപ്പൂസ്തുത്സവം നടക്കുന്ന ക്ഷേത്രം ഏത്? ഓപ്ഷൻ എ ചെങ്ങന്നൂർ മഹാദേവ ക്ഷേത്രം. മാന്നാൻ കൂത്തിന്റെ ഇതിവൃത്തം എന്ത്? ഓപ്ഷൻ സി ചിലപ്പതികാരം കഥ. ശബരിമലയിലെ സ്ത്രീ പ്രവേശനത്തിന് അനുകൂലമായ സുപ്രീം കോടതി ഭരണഘടനാ ബെഞ്ചിന്റെ വിധിയിൽ വിയോജിപ്പ് രേഖപ്പെടുത്തിയ ജഡ്ജി ആര്? ഓപ്ഷൻ സി ഇന്ദു മൽഹോത്ര. വിഘ്നങ്ങൾ മാറാൻ വേണ്ടി മുട്ടറുക്കൽ നേർച്ച നടത്തുന്ന ക്ഷേത്രം ഏത്? ഓപ്ഷൻ ബി കാടാമ്പുഴ ദേവീക്ഷേത്രം. അവർണരുടെ അവശതകൾക്കും രാജഭരണത്തിൻ്റെ പോരായ്മകൾക്കുമെതിരായി വൈകുണ്ഠസ്വാമി രൂപീകരിച്ച സംഘടന ഏത്? ഓപ്ഷൻ ബി സമത്വ സമാജം. കോയിമ്പിട നായർ ഏത് അനുഷ്ഠാന കലയിലെ കഥാപാത്രമാണ്? ഓപ്ഷൻ സി മുടിയേറ്റ്. തിരുവിതാംകൂർ മഹാരാജാവ് എല്ലാ ഹിന്ദുക്കൾക്കും ക്ഷേത്രപ്രവേശനം അനുവദിച്ചുകൊണ്ടുള്ള വിളംബരം പ്രസിദ്ധപ്പെടുത്തിയ തീയതി ഏത്? ഓപ്ഷൻ ബി 1936 നവംബർ 12. താഴെ പറയുന്നതിൽ ഏതു പേരിലുള്ള ഭൂമിയാണ് ക്ഷേത്ര നിർമ്മാണത്തിന് അധമമായിട്ടുള്ളത്? ഓപ്ഷൻ ഡി ധൂമ്ര. ലാസ്റ്റ് ക്വസ്റ്റ്യൻ, ഏത് ദിക്കിലേക്ക് ദർശനമുള്ള ക്ഷേത്രത്തിൻ്റെ പ്രാസാദമാണ് ധ്വജയോനി പ്രകാരം കണക്കുകൂട്ടുക? ഓപ്ഷൻ എ പടിഞ്ഞാറ്. ഓക്കെ, നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. താങ്ക്